ഹായ് ഫ്രണ്ട്സ്, പ്രിയ സെൻസറി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ ഞാൻ കുറേ മുട്ടയൊക്കെ ആയിട്ട് നിൽക്കുന്നതെന്നാണോ നിങ്ങളെല്ലാം നോക്കുന്നത്? ഇന്ന് നിങ്ങൾക്കൊക്കെ, അതായത് സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾക്ക് പറയണം കേട്ടോ. ഏതിനം കോഴിയെ വളർത്തിയാലാണ് ഏറ്റവും അധികം മുട്ട നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്നത്, അതായത് ഗ്രാമശ്രീ ആണോ BB3 ആണോ എന്നൊക്കെയുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ഇന്നത്തെ എൻ്റെ മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ മുട്ടയല്ല, കോഴിയുടെ മുട്ട. ഇനി അതിന് കൗണ്ടർ അടിക്കാൻ ആരും വരണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കോഴികൾ ഇട്ട മുട്ടയാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതാ കണ്ടോ, ഇതൊരു കുറഞ്ഞൊരു 50 മുട്ടയിൽ കൂടുതൽ ഇത് കാണും. അതേപോലെ ഇതൊരു 10-15 മുട്ടകളും ഉണ്ട്. ഇതാ ആ കൂട്ടത്തിലൊരു കുഞ്ഞൻ മുട്ടയും വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു കുഞ്ഞൻ മുട്ട, ഒരു ചെറിയൊരു മുട്ട. അതുപോലെ തന്നെ ഇതെൻ്റെ ഞങ്ങളുടെ താറാവിൻ്റെ മുട്ടകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ മുട്ടകളൊന്നും ഞാൻ വാഷ് ചെയ്തിട്ടില്ല. വാഷ് ചെയ്തിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചൂട് സമയമല്ലേ, അത് കേടായി പോകും. അതുകൊണ്ട് വാഷ് ചെയ്യാതാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം അല്ലേ. ഏതിനം കോഴിയെ വളർത്തിയാലാണ് നമുക്ക് നഷ്ടമില്ലാതെ നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയുന്നതെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ. അപ്പം ഞാൻ പറഞ്ഞല്ലോ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഏത് കോഴിയെ വളർത്തി, ഞാൻ കുറച്ച് വലിച്ചു നീട്ടി നിങ്ങളെ അങ്ങോട്ട് മുൾമുനയിലൊന്നും നിർത്തുന്നില്ല, ഏത് കോഴിയെ വളർത്തിയാൽ കിട്ടുമെന്നൊക്കെ. അപ്പോൾ നമ്മളെപ്പോലുള്ളത് ഞാൻ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയാണ്. ഞാൻ ഇതിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം കണ്ടെത്തുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഞാനിത് പറയുന്നത്. അപ്പോൾ ഞാൻ ഏതിനം കോഴികളെ വളർത്തിയിട്ടാണെന്നറിയാമോ എനിക്ക് പൈസ കിട്ടുന്നത്? ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന കോഴികൾ BB380 കോഴിയുണ്ട്, ഗ്രാമശ്രീ കോഴിയുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഗ്രാമശ്രീയും BB3 ഉണ്ടല്ലോ, അപ്പം പിന്നെ ഏതിനത്തിനെ വളർത്തുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറയും BB3 കോഴികളാണെന്ന്. BB380 കോഴികൾ നമുക്ക്, അതായത് 5 മാസം വരെ പ്രോപ്പറായിട്ട് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മുട്ട ഉൽപ്പാദനം നല്ല കൂടുതലാണ് കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് ടൈം വളർത്തുവാന്നേ. എനിക്ക് ഭയങ്കര ഗുഡ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഓർത്ത് 340 രൂപ കൊടുത്തൊരു കോഴിയെ മേടിച്ച് ഇതിനെ വളർത്തി മുതലാക്കി എടുക്കാൻ പറ്റുമോ. ഞാൻ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ടുള്ള വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ പറയാം കേട്ടോ, ലാഭമാണ് മക്കളെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തോ. കാരണം അതിന് ചെന്നിട്ട് ഒരു കുട്ടി എൻ്റെ വീഡിയോസുകൾ BB380 കോഴികളുടെ ഒക്കെ വീഡിയോസുകൾ കണ്ട് ഞാൻ മേടിച്ചതൊക്കെ കണ്ടിട്ട് ഒരാൾ പോയിട്ട് കോഴിയെ മേടിച്ച് കേട്ടോ. മേടിച്ചിട്ട് എന്തോ ചെയ്തെന്നറിയാമോ? അതുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് അതുങ്ങൾക്ക് ഓവറായിട്ട് തീറ്റ വാരിയിട്ട് കൊടുത്തു, ദഹനക്കേട്, അതെ ഇത്. ഇവർക്കൊരു കണക്കുണ്ട്. ഇവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. ഒരേ ടൈമിൽ കറക്റ്റ് ടൈമിൽ ഫുഡ് കൊടുക്കണം. കറക്റ്റ് ടൈമിൽ അവരുടെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ടൈമിൽ, അതായത് നമ്മൾ രാവിലെ 8 മണിക്കാണ് അവർക്ക് തീറ്റ എന്നും കൊടുത്ത് ശീലിപ്പിക്കുന്നെങ്കിൽ കറക്റ്റായി 8 മണിക്ക് തന്നെ തീറ്റ കൊടുക്കണം. അതല്ല നമ്മൾ 9 മണിക്കാണോ കൊടുക്കുന്നത്, അത് 9 മണിക്ക് തന്നെ കൃത്യ ടൈമിൽ കൊടുക്കണം. കാരണം ഞാൻ രാവിലെ ഒരു 9 മണിയാകുമ്പോഴാണ് അവർക്ക് തീറ്റ കൊടുക്കുന്നത്. വൈകിട്ട്, കാരണം എനിക്കതേ പറ്റത്തുള്ളൂ. ഞാൻ രാവിലെ താമസിച്ച് എഴുന്നേൽക്കുന്ന ഒരാളാണ്. ഒരു ദിവസം എഴുന്നേറ്റ് നേരം വെളുക്കുന്നതിന് മുമ്പേ തീറ്റ കൊടുത്തു, പിറ്റേ ദിവസം ചെന്നിട്ട് വേറെ സമയം തെറ്റി. അതിനേക്കാളും നല്ലത് ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ സമയത്ത് എഴുന്നേറ്റ് കുഞ്ഞിനെ സ്കൂളിലെല്ലാം വിട്ട് കഴിയുമ്പോൾ ഞാൻ ഫ്രീ ആവുന്നത് ഒരു 9 മണിയാണ്. ആ 9 മണിക്ക് ഞാൻ അവിടെ കൂടിൻ്റെ അടുത്ത് ചെല്ലത്തുള്ളൂ. ആ കൂടിൻ്റെ അടുത്ത് ചെന്നിട്ട് 9 മണിക്ക് കൃത്യം അവർക്ക് തീറ്റ കൊടുക്കത്തുള്ളൂ. 9 മണിക്ക് കൊടുക്കും, അതുപോലെ തന്നെ വൈകിട്ട് 3 മണിക്കും കൊടുക്കും. ഈ 2 ടൈമിലേ അവർക്ക് തീറ്റ കൊടുക്കത്തുള്ളൂ. അതായത് ഫസ്റ്റ് കൊണ്ടുവന്ന സമയത്ത് 80 ഗ്രാം തൊട്ട് 90 ഗ്രാം വരെ ഞാൻ തീറ്റ കൊടുത്തായിരുന്നു കേട്ടോ. കുഞ്ഞായിരുന്ന സമയത്ത്, ഞാൻ 2.5 മാസം പ്രായമുള്ള സമയത്താണ് എടുത്തുകൊണ്ട് വരുന്നത്. ആ സമയത്ത് ഞാൻ അതായത് 80 ഗ്രാം തൊട്ട് 90 ഗ്രാം വരെ കൊടുത്തിരുന്നു. ഗ്രാജുവലി കൂട്ടിയാണ് കൊടുത്തത്. ആദ്യം കൊടുത്തത് 80 ഗ്രാം, അതിൽ നിന്ന് പിന്നെ കുറേശ്ശെ കൂട്ടി 90 ഗ്രാം വരെ കൊടുത്തു. മുട്ട ഇടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് 100 ഗ്രാം ആക്കി. മുട്ട ഇടുന്നിടം വരെ കുഞ്ഞു കോഴികളുടെ തീറ്റയും, അതായത് കൊച്ചു കോഴികളുടെ, ഏറ്റവും ചെറിയ ഇനം കോഴികളുടെ അല്ല, അതിൻ്റെ മുകളിലുള്ള കോഴികളുടെ തീറ്റയും, അതിനുശേഷം അതിന് തൊട്ട് മുകളിലുള്ള കോഴികളുടെ തീറ്റ, അതായത് മുട്ടക്കോഴികളുടെ കൊടുത്തു തുടങ്ങിയില്ല. അത് ആ കറക്റ്റ്
കറക്റ്റ് ടൈമിൽ കൊടുക്കണം. കാരണം ഞാനൊരു ഡോക്ടറെ വീഡിയോകൾ കാണും കേട്ടോ, ഇങ്ങനെ കോഴികളെ ഒരു മൃഗ ഡോക്ടറെ വീഡിയോകൾ ഫേസ്ബുക്കിലൂടെ തന്നെയാണ് കാണുന്നത്. ഫേസ്ബുക്കിൽ ഞാൻ ആ പുള്ളിയുടെ വീഡിയോകളാണ്. അപ്പോൾ ആ പുള്ളി കറക്റ്റ് ഓരോ കാര്യങ്ങൾ പറയുന്നതൊക്കെ ഞാനത് കുറച്ചൊക്കെ ശ്രദ്ധിക്കും കേട്ടോ. പുള്ളി പ്രത്യേകം പറഞ്ഞ്, അതായത് കുഞ്ഞു പ്രായത്തിലെ തീറ്റ തന്നെ കറക്റ്റ് മേടിച്ചു കൊടുക്കണം. അതായത് 1 മാസം വരെ. ആ 1 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ സ്റ്റേജ് തീറ്റ കൊടുക്കണം. മുട്ടയിടുന്ന സമയം വരെ ആ തീറ്റയാണ് കൊടുക്കേണ്ടത്. മുട്ടയിട്ട് അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോഴേ അടുത്ത മുട്ടക്കോഴിയുടെ തീറ്റ മേടിച്ച് കൊടുക്കുക. അതായത് ചോളമൊക്കെ ഉൾപ്പെടുന്നുള്ള ആ മുട്ടക്കോഴിയുടെ തീറ്റ നമ്മൾ മേടിച്ച് കൊടുക്കാവുന്ന. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പ്രോപ്പറായിട്ട് മുട്ടയിടും. ഇവർക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ ഇവർക്ക് സപ്ലിമെൻറ്റുകൾ കൃത്യമായിട്ട് കൊടുക്കണം. കാൽസ്യം, അതുപോലെ വൈറ്റമിൻസ്. അതിനൊന്നും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട. നമ്മുടെ അടുത്തൊക്കെയുള്ള മൃഗാശുപത്രികളില്ലേ, അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. ഞാനാണേ അങ്ങനെയാണ് കേട്ടോ. ആദ്യമൊക്കെ കാശ് കൊടുത്ത് മേടിക്കുമായിരുന്നു. ഒരു കാൽസ്യമൊക്കെ മേടിക്കണേ 10, 250, 300 രൂപയൊക്കെ ആകും കേട്ടോ. അതൊക്കെ കൊടുത്ത് നമുക്കിതിനെ മുതലാക്കി എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ അടുത്തുള്ള മൃഗാശുപത്രിയിൽ പോകുക. മൃഗാശുപത്രിയിൽ പോയിട്ട് അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടർമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കുള്ള മരുന്നും തീറ്റയും ഒക്കെ തരും കേട്ടോ. മരുന്നും തീറ്റ തരൂല, മരുന്നും അതായത് കാൽസ്യം, അതുപോലെ തന്നെ എന്താ പറയുന്നത് കാൽസ്യം തരും, അതുപോലെ തന്നെ വൈറ്റമിൻസ് തരും, അതുപോലെ തന്നെ ഫീഡപ്പ് എന്ന് പറഞ്ഞൊരു സാധനം തരും കേട്ടോ. അതൊക്കെ നല്ലതാണ്. അതെന്താണെന്നറിയാവോ? അത് കാഷ്ടത്തിൻ്റെയൊക്കെ സ്മെല്ല് കുറയാനും എടുക്കാനും ഒക്കെ അത് നല്ല സാധനം കേട്ടോ. അതൊക്കെ ഞങ്ങളുടെ അടുത്തുള്ള മൃഗാശുപത്രിയിൽ നിന്ന് എനിക്ക് കിട്ടാറുണ്ട്. അപ്പം ഞാൻ അതൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്നത്. ചെലവ് കുറഞ്ഞ രീതിയിൽ വരുമാനം കണ്ടെത്തുക എന്നതാണ് എൻ്റെ ഒരു അജണ്ട. സത്യം പറയാമല്ലോ, അതൊരു അജണ്ട തന്നെയാണ്. ഇടയ്ക്ക് ഇതിൽ വണ്ടി പോകുന്നുണ്ടെന്നേ, സ്കൂൾ ടൈമാണ്, 4 മണി കഴിഞ്ഞില്ലേ, അപ്പോൾ വണ്ടി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് വീഡിയോ കട്ട് ചെയ്ത് വിടുന്നത്. അത് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ തന്നെ അപ്പം BB380 ആണ് നമുക്ക് മുട്ട പർപ്പസിന് വളർത്തുന്നതിൽ ഏറ്റവും ലാഭം. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, അതൊരിക്കലും ഇറച്ചി, അതായത് 380 കോഴികളെ കൊണ്ട് നമുക്കുള്ള പ്രയോജനം അത് മുട്ടയ്ക്ക് മാത്രമാണ്. ഒരിക്കലും വിചാരിക്കില്ല അതിനെ വളർത്തിയിട്ട് മുട്ട എടുത്തിട്ട് നമുക്ക് ഇറച്ചി വിലയ്ക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര ലാഭം കിട്ടുമെന്ന്. അത് കിട്ടത്തില്ല കേട്ടോ. ഇറച്ചി അതിന് തൂക്കം വെക്കത്തില്ല. കൂടി വന്ന 1 കിലോ 600 ഗ്രാം അല്ലെങ്കിൽ 1 കിലോ 500 ഗ്രാം, അതിൽ കൂടുതൽ ഒരിക്കലും BB380 കോഴികൾക്ക് വെയിറ്റ് വെക്കത്തില്ല. അല്ലേ പിന്നെ ഓവർ തീറ്റയൊക്കെ കൊടുത്ത് അത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വളർത്തിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും BB380 കോഴികൾക്ക് വെയിറ്റ് വെക്കുമെന്ന്. അപ്പോൾ ഒരിക്കലും ഇറച്ചി പർപ്പസിന് BB380 കോഴികൾ കൊള്ളില്ല. മുട്ടയ്ക്ക്, അതായത് മുട്ട നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നല്ല ചിലവുണ്ട്, മുട്ട വിറ്റ് നല്ല വരുമാനം കിട്ടും എന്നുണ്ടെങ്കിൽ, എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഈ മുട്ട ഇപ്പം സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ ഇപ്പം മനസ്സ് വെച്ചാൽ എൻ്റെ ഇത്രയും മുട്ട തീരും. കാരണം ഇപ്പോൾ ഓൾറെഡി ഇത് ഓർഡറാണ്. കൊണ്ടു കൊടുക്കാനായിട്ട് കുളിച്ചൊരുങ്ങിയൊക്കെ വന്ന് നിന്നപ്പോഴാണ് ഞാൻ ഓർത്ത് നിങ്ങളെ കൂടെ വീഡിയോ ആക്കി ഇതെടുത്ത് കാണിക്കാമെന്ന്. ഒരു വീട്ടിൽ ഇപ്പം വിളിച്ച് 2 വീട്ടിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ കൊണ്ടു കൊടുക്കണം, ഒരാൾ വന്ന് മേടിച്ചുകൊണ്ട് പോകും. നിൽക്കാനുള്ള വെയിറ്റ് കൊണ്ട് ഞാനവിടെ കൊണ്ടുവച്ച്. കാരണം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? എനിക്ക് മുട്ടയ്ക്ക് സ്ഥിരമായിട്ട് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് കൊടുക്കും. പുതിയതായിട്ട് എനിക്ക് കസ്റ്റമേഴ്സിനെ വേണമെന്ന് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ? നമ്മൾക്കൊരു വാട്സപ്പിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അതിലേക്ക് ഞാൻ മുട്ട ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് ഷെയർ ചെയ്യേണ്ട താമസം അന്നേരെ വിളി വരും. മുട്ട ഇരിപ്പുണ്ടോ, കൊണ്ട് തായോ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പം മുട്ട എനിക്ക് എത്ര ടിപ്പ് ഞാൻ പറയും, ഒരു ദിവസം എനിക്കൊരു 500 മുട്ട കിട്ടിയാലും എനിക്കത് ചിലവാണ്. അതുകൊണ്ട് എനിക്കിവിടെ എത്ര മുട്ട കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ BB3 പോയത്. BB3 കാരണം ഗ്രാമശ്രീയെ വളർത്തുമ്പം, ഗ്രാമശ്രീ കോഴികളെ വളർത്തുന്നതുകൊണ്ടൊരു ഗുണമുണ്ട്. ഇറച്ചി പർപ്പസിന് ഗ്രാമശ്രീ കോഴികൾ തന്നെയാണ് നല്ലത്. കാരണം അതിന് നല്ല വെയിറ്റ് വെക്കും. ഒരു കോഴിക്ക് 3 കിലോ അല്ലെങ്കിൽ 3.5 കിലോ വരെ വെയിറ്റ് വരും. അപ്പോൾ ഗ്രാമശ്രീ കോഴികളെ വളർത്തിയാൽ ഇറച്ചി പർപ്പസിന് ഗ്രാമശ്രീ കോഴികൾ തന്നെയാണ് നല്ലത്. മുട്ടയാണ് ആവശ്യമെങ്കിൽ BB3 ആണ് നല്ലത്. അപ്പം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ചെയ്താൽ ഈ കോഴി വളർത്തൽ വളരെ ലാഭമാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലുമൊക്കെ പോരാഴിയുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എന്താ പറയുക, വീട്ടിലൊക്കെ
10-20 ഞാൻ കുറച്ചേ ഇപ്പം വാങ്ങിച്ചിട്ടുള്ളൂ. ഞാനിപ്പോൾ അനുവേട്ടനോട് ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു അനുവേട്ട നമുക്കൊരു ചെറിയൊരു 50 അല്ലെങ്കിൽ 100 പേരുടെ ഒരു കൂടും അതിൻ്റെ കോഴികളെയും കൂടെ ഇറക്കാം എന്നൊക്കെ ചോദിച്ച് അരമോള് സമ്മതിച്ചിട്ടുണ്ട്. കാരണം പുള്ളിക്ക് മനസ്സിലായി ഇത് ലാഭമാണ്, നഷ്ടമില്ല, വലിയ കഷ്ടപ്പാടുമില്ല. രാവിലെയും വൈകിട്ടും 2 നേരം അരമണിക്കൂർ അവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്താൽ മതി. പിന്നെ മുട്ട ഇറക്കാൻ ഇടയ്ക്കിടയ്ക്ക് പോടെ കേട്ടോ. നമുക്ക് നല്ല സന്തോഷം തോന്നുന്നത് നമ്മളിങ്ങനെ ചെന്ന് നിൽക്കുമ്പോഴല്ലോ ലൈവായിട്ട് ഇങ്ങനെ മുട്ട ഇങ്ങനെ വരുന്നത്, നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ചൂടോടെ നമ്മളെ കയ്യിൽ ഇങ്ങനെ പിറക്ക് പോക്കട്ടല്ലോ, വളരെ സന്തോഷം തോന്നും കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇവർ മുട്ട ഇടുന്നിടം വരെ നമുക്കുണ്ടല്ലോ ഭയങ്കര സങ്കടമൊക്കെ, മുട്ട ഇടുവോ, എപ്പോൾ കിട്ടുമോ എന്നുള്ള സങ്കടങ്ങളൊക്കെയാണ്. പക്ഷെ മുട്ട ഇട്ടിങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോഴല്ലോ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ മുഖത്ത്, അത് സത്യസന്ധമായ അല്ലാതെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ചിരിയാണ് നിങ്ങൾ ഈ കാണുന്നത്. കാരണം അവരെ വളർത്തി അവരിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് അവർക്ക് മുടക്കിയത് അവരെനിക്ക് ഇങ്ങോട്ട് തരുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല മക്കളെ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ഇതൊരു തള്ളല്ല, സത്യമായിട്ട് എൻ്റെ അനുഭവത്തിൽ ഇത് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ 14,000 കൊടുത്ത് കോഴിയെ മേടിച്ചു, അതിൻ്റെ തീറ്റ കൊടുത്തു. അപ്പം ഞാനിങ്ങനെ ഓരോ സ്റ്റേജ് നിങ്ങളോട് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അറിയാം എൻ്റെ ഞാൻ വിഷമങ്ങൾ പറയുന്നത് പക്ഷെ ആ വിഷമങ്ങളെല്ലാം മാറി ഞാൻ ഇത്രയും ചിരിച്ച് നിന്ന് ഹാപ്പി ആയിട്ട് ഇപ്പം ഈ പറയുന്നത് ആ മുടക്കിയ സങ്കടങ്ങൾ പറഞ്ഞതിന് പകരം ഇപ്പോൾ എനിക്കൊരു സന്തോഷം പറയാൻ, അല്ലെങ്കിൽ ഈ ചിരി എൻ്റെ മുഖത്ത് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞത് അത് BB380 കോഴികൾ തന്നെയാണ് കേട്ടോ. കാരണം ഗ്രാമശ്രീ ആണെങ്കിലും കൈരളിയൊക്കെ ആണെങ്കിലും ഞാൻ വാങ്ങിച്ച് വളർത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് വളർന്ന് കുഞ്ഞ് വളർന്ന് ഒരു പരുവാകുമ്പോഴല്ലോ മുട്ട ഇടാറാകുമ്പോൾ ഓരോന്നോരോന്ന് തൂങ്ങി നിന്ന് ചത്തുപോകും. നമ്മളെ എത്ര മരുന്ന് കൊടുത്താലും എല്ലാം കൊടുത്താലും എങ്ങനെ പോയാൽ ആഴ്ച വരണമെങ്കിലും ചാകും. അങ്ങനെ ഒരു സിറ്റുവേഷനായിരുന്നു കേട്ടോ. അപ്പം ഇനി അടുത്ത ഒരു മേഖലയിലോട്ടൂടെ ഞാൻ കടക്കാൻ പോവുകയാണ്. BB3 നമ്മൾ സക്സസ്ഫുള്ളി ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അത് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത മേഖല എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണോ? അപ്പം നിങ്ങളുമായിട്ട് അതും ഷെയർ ചെയ്യും. വേണ്ട, ആ കാര്യം എന്താണ് ഞാൻ അടുത്ത ചെയ്തതെന്നുള്ള കാര്യമുണ്ടല്ലോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, അടുത്ത വീഡിയോയിൽ പറയാം. അത് നിങ്ങൾക്കൊക്കെ ഉള്ളൊരു സർപ്രൈസ് ആയിരിക്കും. അപ്പം എന്താ പറയുന്നത്, വീഡിയോ കണ്ടിരുന്ന് ഇത്രയും നേരം എന്നെ സപ്പോർട്ട് ചെയ്തത് എല്ലാവർക്കും ഒരുപാട് സ്നേഹം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകളൊക്കെ കണ്ടിട്ട് വന്നിട്ട് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ലൈവിലൊക്കെ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട് കേട്ടോ. ലൈവിൽ എൻ്റെ അല്ല വീഡിയോയ്ക്ക് കമൻ്റ് ആയിട്ടൊക്കെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഇത്രയും ഒരു എന്താ പറഞ്ഞേ, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറിയിരുന്നിടത്തുനിന്ന് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അപ്പം നമ്മൾ നമ്മുടേതായ പൈസകൾ കയ്യിൽ എത്തുമ്പോൾ കിട്ടുന്ന സന്തോഷം, അതാണ് ഞാൻ ഇന്ന് ഈ പ്രകടിപ്പിച്ചത്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.